ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ലോനപ്പേട്ടൻ പറഞ്ഞിട്ട് പോയതിനർത്ഥം പണം കിട്ടിയില്ലെങ്കിൽ കുടുംബത്തോട് ആത്മഹത്യ ചെയ്യുന്നല്ലേ? ഫ്രിഡ്ജിൽ വെച്ച സാധനങ്ങൾ കഴിക്കുന്നതിൽ എന്താ കുഴപ്പം? അതെ മോളെ, ആഹാരം കഴിക്കുമ്പോ രുചി ഉണ്ടാവുന്നത് നാവിൻ തുമ്പത്ത് മാത്രമല്ല, മനസ്സിലും കൂടിയാ. ഇന്ന് ബാക്കി വന്ന ചോറും കറികളും നാളെയാണെങ്കിൽ നമുക്ക് കഴിക്കാം. പക്ഷേ കഴിക്കുന്ന ആഹാരത്തിന് പണം തരുന്നവർക്ക് അത് കൊടുക്കാൻ പാടില്ല, അല്ലേടി? അത് നമ്മൾ വാങ്ങിക്കുന്ന പണത്തിനോട് കാണിക്കുന്ന നീതികേടാ, ചെയ്യുന്ന ജോലിയിലുള്ള ആത്മാർത്ഥതയില്ലായ്മയാ. നല്ല ഫ്രഷായിട്ട് ഉണ്ടാക്കുന്ന പഴങ്കഞ്ഞി തന്നെ വേണം വരുന്നവർക്ക് കൊടുക്കാൻ. പണം നൽകി ആഹാരം കഴിക്കാൻ വരുന്നവരാ നമ്മുടെ മുമ്പിൽ ദൈവം. ഈ പഴങ്കഞ്ഞി നമ്മൾ ഇത്രയും നേരം പാത്രത്തിൽ തവിയിട്ട് വിളമ്പയല്ലേ, നാളത്തേക്ക് ഏത് ഫ്രിഡ്ജിൽ വെച്ചാലും ഇതില്ലാതാവും. ബാക്കിയുള്ളത് നമുക്കും കഴിക്കാന്നേ. ഇന്നിനിയിപ്പം എന്തായാലും ആർക്കും പഴങ്കഞ്ഞി സെയിലില്ല. ഈ അമ്മ അല്ലെങ്കിൽ ഇങ്ങനെയാ, ഒരു കാര്യം തീരുമാനിച്ച പിന്നെ അതിന്ന് പിന്നോട്ട് മാറത്തില്ല. അബദ്ധം ചിന്തിച്ചു കൂട്ടിയത് ഞാനാ. ഞാൻ നമുക്ക് കിട്ടുന്ന ലാഭത്തെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ. സോറി ആന്റി, ഇനി ഞാൻ അങ്ങനെ പറയില്ല. അങ്ങനെ ഒരുപാട് ലാഭമൊന്നും ഇതിൽ ഉണ്ടാക്കാൻ പറ്റത്തില്ല മോളെ. പിന്നെ നമ്മുടെ കുടുംബത്തിന് ചെലവ് കഴിഞ്ഞു പോവും. തൽക്കാലം നമുക്കത് മതി. ഞാൻ പറഞ്ഞില്ലേ ഇനി ആളുകൾ വരുമെന്ന്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ തന്നെ നമ്മുടെ കഞ്ഞിയെ കുറിച്ച് വന്ന വാർത്ത വൈറലാ. ആളുകളുടെ തല്ലിക്കേറ്റം വരാൻ പോകുന്നതേ ഉള്ളൂ. അമ്മയില്ലേ മോളെ? ആ ഉണ്ടല്ലോ ലോനപ്പേട്ട. ഒന്ന് വിളിക്കാമോ? ഞാൻ വഴക്കുണ്ടാക്കാനൊന്നും വന്നതല്ല. ആരാ മോളെ? ലോനപ്പേട്ടനാ. എന്താ ലോനപ്പെട്ട ഈ സമയത്ത്? അവിടെ ഇരുന്നിട്ട് എനിക്ക് ഇരിപ്പുറച്ചില്ല, ആകെ ഒരു പരവേശം. ആ, എല്ലാരും ഉണ്ടല്ലോ, അതുകൊണ്ട് ഇനി പ്രത്യേകമായിട്ട് ആരോടൊന്നും പറയണ്ടല്ലോ. ലോനപ്പെട്ട, ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും പണം ഉടനെ ശരിയാക്കി തരാം. എങ്ങനെ? അതിനൊരു ഉത്തരം നിങ്ങൾ എനിക്ക് താ. ഇങ്ങനെ തരാമെന്ന് പറഞ്ഞതുകൊണ്ട് ആയില്ലല്ലോ മക്കളെ. 5 ലക്ഷം രൂപ ഈ കൊച്ചെനിക്ക് തന്നു. അതുകൊണ്ട് മനസ്സമ്മതത്തിന്റെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നടന്നു. കുറെ കടവുമായി. എന്റെ മുന്നിലും വേറെ ഒരു വഴിയുമില്ലാഞ്ഞിട്ടാ ഞാനിവിടെ വന്നത്. ഞായറാഴ്ച എന്റെ കൊച്ചിന്റെ മിന്നുകെട്ട. ഇനി 2 ദിവസം മാത്രമേ ഉള്ളൂ. നിങ്ങൾ കാരണം മനസ്സമ്മതത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞ പണം അവർക്ക് കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല. കല്യാണത്തിന് മുമ്പെങ്കിലും എനിക്ക് ആ പണം കൊടുക്കണം. ഞങ്ങളുടെ അവസ്ഥ ലോനപ്പേട്ടനെ അറിയാലോ. കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ 5 ലക്ഷം ഇവളെ ലോനപ്പേട്ടനെ തന്നു. അതുകൊണ്ടൊന്നും ആവില്ലെന്ന് ഞങ്ങൾക്കറിയാം. ബാക്കി പണം കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ എങ്ങനെങ്കിലും തരും. അതെങ്ങനെയാണെന്നൊന്നും ഇപ്പൊ ഞങ്ങളോട് ചോദിക്കരുത്. തരാനൊരു ഉത്തരം ഞങ്ങളുടെ കയ്യിലില്ല. പക്ഷെ ലോനപ്പേട്ടനെ ഞങ്ങൾ ചതിക്കത്തില്ല. ഇത് വിശ്വസിച്ച് ഞാൻ എങ്ങനെ തിരിച്ചു പോവും? ഇവിടെ നിന്ന് നിങ്ങളെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ലോനപ്പെടൻ ധൈര്യമായിട്ട് പൊക്കോ. കല്യാണ തലേന്ന് വൈകിട്ട് 4 മണിക്ക് മുമ്പ് ഞങ്ങൾ പണമായിട്ട് വരും. ഉറപ്പാണല്ലോ അല്ലേ? ഇതുപോലെ ഒരുപാട് ഉറപ്പ് എന്നോട് നേരത്തെ പറഞ്ഞതാ, അതൊന്നും നടന്നില്ല. 2 ദിവസം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞു വരും. ഇത്രയും നാൾ മുന്നിലുണ്ടായിരുന്നിട്ടൊന്നും ആയില്ല. പിന്നെയാണോ ഇനി 2 ദിവസം? ഇങ്ങനെ നിരാശപ്പെടല്ലേ. നിങ്ങൾ പറയുന്നത് വിശ്വസിച്ച് ഇപ്പം ഞാൻ പോവുക. കല്യാണത്തലേന്ന് വൈകിട്ട് 4 മണി വരെ ഞാൻ നിങ്ങളെ പ്രതീക്ഷിക്കും.
അന്നാ ഞാൻ ചെക്കൻ കൂട്ടർക്ക് പൈസ കൊടുക്കാമെന്ന് അവസാനമായി പറഞ്ഞേക്കുന്നത്. എന്നിട്ട് നിങ്ങൾ വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ കാക്കില്ല. എന്ത് ചെയ്യണമെന്ന് ഞാനും എന്റെ കുടുംബവും ഒരു തീരുമാനമെടുക്കും. അതിനുത്തരവാദി നിങ്ങൾ മാത്രമായിരിക്കും. ലോനപ്പേട്ടൻ ആ പറഞ്ഞിട്ട് പോയതിനർത്ഥം പണം കിട്ടിയില്ലെങ്കിൽ കുടുംബത്തോട് ആത്മഹത്യ ചെയ്യുന്നല്ലേ? പക്ഷേ സമൃദ്ധയ്ക്ക് എന്നോട് മാത്രമേ മനസ്സ് തുറക്കാൻ പറ്റൂ. ഒന്നിച്ചൊരു ജീവിതത്തിന് അവള് തയ്യാറായി കഴിഞ്ഞു, എല്ലാ അർത്ഥത്തിലും. എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഗൗരിമോളുടെ അച്ഛനും അമ്മയായിട്ട് ജീവിക്കുന്നു. ഇനി ഭാര്യ ഭർത്താക്കന്മാരായിട്ട് മുന്നോട്ട് പോകുന്നത് തന്നെയാ സമൃദ്ധയ്ക്ക് ഇഷ്ടം. അവളോട് ഉള്ളിൽ നിനക്ക് സ്നേഹമുണ്ടെന്ന് അമ്മയ്ക്ക് അറിയാം. ഒരിക്കൽ അമ്മയെ നഷ്ടപ്പെട്ട കുഞ്ഞാ ഗൗരി. ഇനി ഒരിക്കൽ കൂടി അതിനിട വരുത്തരുത്. നിന്റെ ഭാര്യയായി ഗൗരിമോളുടെ അമ്മയായി അവള് നമ്മളുടെ കൂടെ തന്നെ വേണം.